ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഒരു സൈലൻസർ റിലേറ്റഡ് സൗണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മഫ്ലറിൻ്റെ സൗണ്ടോ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴായിരിക്കും നമ്മൾ പലപ്പോഴും നമ്മുടെ വാഹനത്തിൽ ഒരു എക്സോസ്റ്റ് പൈപ്പ് ഉണ്ടെന്നും അതിനകത്തുനിന്ന് ഗ്യാസ് പുറത്തോട്ട് പോകുന്നുണ്ടെന്നും എന്നൊക്കെയുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ അടുത്തായിട്ട് അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ കൂടുതൽ ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയിട്ട് വരുന്ന കാറ്റലിറ്റിക് കൺവേർട്ടർ എന്നുള്ളൊരു പേര്. എന്താണ് ശരിക്കും ഈ കാറ്റലിറ്റിക് കൺവേർട്ടർ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കാറ്റലിറ്റിക് കൺവേർട്ടറിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഈ കാറ്റലിറ്റിക് കൺവേർട്ടർ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും ഭയങ്കര കോസ്റ്റ്ലിയാണ്. ശരിയാണ്. എന്താണ് ഇതിൻ്റെ പർപ്പസ്? അതായത് പലരും നമ്മുടെ വാഹനത്തിൻ്റെ പുകക്കുഴൽ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഗ്യാസ് പുറത്തോട്ട് പോകുന്നു എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ തന്നെ മഫ്ലർ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും. മഫ്ലർ എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സൈലൻസർ തന്നെയാണ്. മഫ്ലറിനകത്തോട്ട് ഈ പറയുന്ന ഗ്യാസ് വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ സൗണ്ട് കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഓരോ അറയിൽ കൂടെ കയറി ഇറങ്ങി പോകുമ്പോഴത്തേക്കും ഈ സൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കും, റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് മഫ്ലറിൻ്റെ വർക്ക്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ കാറ്റലിറ്റിക് കൺവേർട്ടറിൻ്റെ വർക്ക് ഇതാണോ എന്ന് ചോദിച്ചാൽ അല്ല. ശരിക്കും കാറ്റലിറ്റിക് കൺവേർട്ടറിൻ്റെ വർക്ക് എന്താണെന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ എക്സോസ്റ്റിൽ നിന്ന് വരുന്ന, അതായത് ഫ്യൂവൽ ബേൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പുറത്തോട്ട് പോകുന്ന വാതകം, അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ വിഷാംശമുള്ള ഒരുപാട് വാതകങ്ങളുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ വാഹനം ഒരു കാരണവശാലും ഗ്യാരേജിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിടാൻ പാടില്ലെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ക്ലോസ്ഡ് ഗ്യാരേജൊക്കെ ആണല്ലോ. അതായത് അടച്ചിട്ടിരിക്കുന്ന ഒരു ഗ്യാരേജിലാണെങ്കിൽ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിയുമ്പോൾ ഈ പുറത്തോട്ട് പോകുന്ന ഗ്യാസ് അല്ലെങ്കിൽ എക്സോസ്റ്റ് പോകുന്ന ഗ്യാസ് ഇതിനകത്ത് പുറത്തോട്ട് പോകാൻ സ്ഥലമില്ലാതെ വാഹനത്തിനകത്തോട്ട് തന്നെ കയറും. ഈ വിഷാംശം നമ്മൾ ശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്കും ബുദ്ധിമുട്ടുകളുണ്ടാകും, അതിനുശേഷം മരണം വരെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്താണ് കാറ്റലിറ്റിക് കൺവേർട്ടർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എയറിനെ പ്യൂരിഫൈ ചെയ്യുകയാണ്. പ്യൂരിഫൈ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷനാണ് അവിടെ നടക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂവൽ ബേൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വരുന്ന എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രോ കാർബൺസ് ഉണ്ടാകും. അതൊരു വിഷാംശമാണ്, അല്ലെങ്കിൽ ഒരു വിഷവാതകമാണ്. കാർബൺ മോണോക്സൈഡ് ഉണ്ട്, നൈട്രജൻ ഓക്സൈഡ് ഉണ്ട്. ഈ 3 ഗ്യാസുകളാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ വാഹനത്തിൽ നിന്ന് പുറത്തോട്ട് പോകുന്നത്. പക്ഷേ ഇത് കാറ്റലിറ്റിക് കൺവേർട്ടറിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ എന്താണ് ശരിക്കും അവിടെ സംഭവിക്കുന്നത്? കാറ്റലിറ്റിക് കൺവേർട്ടറിലോട്ട് കയറി കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഫോം വാട്ടറിലോട്ട് മാറും. H2O എന്ന് പറയുന്ന വാട്ടറിലോട്ടുള്ള ഫോം വരും. അതുകൊണ്ടാണ് വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ചെറിയ രീതിക്കുള്ള വെള്ളത്തിൻ്റെ അംശം പലപ്പോഴും നമ്മൾ സൈലൻസറിൽ കൂടെ കാണുന്നത്. പിന്നെ കൺവേർട്ട് ആകുന്ന CO2 കാർബൺ ഡയോക്സൈഡായിട്ട് കൺവേർട്ട് ആകുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നൈട്രജൻ ആയിട്ടും കൺവേർട്ട് ആകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഹാംഫുൾ ഗ്യാസ് ആണോ എന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും ഇതൊരു ഹാംഫുൾ ഗ്യാസ് അല്ല പുറത്തോട്ട് പോകുന്നത്. വാട്ടറും നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിട്ട് പുറത്തോട്ട് കൺവേർട്ട് ചെയ്തെടുക്കുന്നത് ഈ പറയുന്ന ഒരു കാറ്റലിറ്റിക് കൺവേർട്ടറാണ്. അപ്പോൾ കാറ്റലിറ്റിക് കൺവേർട്ടറിൻ്റെ ഗുണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ കാറ്റലിറ്റിക് കൺവേർട്ടറിനും അതിൻ്റേതായ കുറച്ച് പോരായ്മകളുണ്ട്. കാരണം അത് ഹീറ്റ് ആകണം. അത് ഹീറ്റ് ആയാലും അതിൻ്റെ പ്രവർത്തനം കൃത്യമായിട്ടുള്ള രീതിയിൽ നടക്കത്തുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം കുറച്ചേറെ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഈ പറയുന്ന ഒരു കാറ്റലിറ്റിക് കൺവേർട്ടറിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ഞാനിപ്പോൾ മെയിനായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നെ. ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായത് ഞാൻ വിശ്വസിക്കുന്നു.